ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ സാക്ഷാൽ ഫിർഔനുണ്ടല്ലോ. ഫിർഔൻ അവിടെ നിന്നൊരു സ്വപ്നം കാണുകയാണ്. പടച്ചവനെ, അതാ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോ ഫിർഔനിന്റെ നിലനിൽപ്പിന് തന്നെ ചോദ്യചിഹ്നമാകുന്ന രീതിയിൽ ഒരാൺകുഞ്ഞ് കടന്നു വരുന്നു എന്ന് അവിടത്തെ പടച്ചവനെ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നവർ പറഞ്ഞു കൊടുത്തപ്പോ അതാ ഫിർഔന് തന്റെ കിങ്കരന്മാരോട് ഓർഡറിടുകയാണ്. ഇനി ബനൂ ഇസ്രായേലുണ്ടല്ലോ, മുസ്ലിമീങ്ങളിൽ ആരെങ്കിലും ഒരു പെണ്ണ് ആൺകുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ നിങ്ങൾ കൊന്നുകളയണം. മുസ്ലിമീങ്ങളെ പ്രസവിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയണം. അവൻ നമ്മുടെ മതത്തിനെതിരാണ്, അവൻ ഫിർഔനിനെതിരെ വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബനൂ ഇസ്രായേൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ ഫിർഔനിന്റെ കിങ്കരന്മാര് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകന് മഹാനായ കലീമുല്ലാഹി പടച്ചവനെ അവിടെ നിന്ന് ജനിക്കുന്നത്, അവിടെ നിന്ന് ജനിക്കുകയാണ്. അതാ മൂസാ നബിയെ കൊല്ലുന്നതിന് വേണ്ടി മൂസാ നബിയുടെ വീട്ടിലേക്ക്, മൂസാ നബിയുടെ ഉമ്മയുടെ മുന്നിലേക്ക് അതാ ഫിർഔനിന്റെ കിങ്കരന്മാരെ കടന്നു വന്നപ്പോ അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാ, ഒരു പെട്ടിക്കകത്താക്കിയിട്ട് തന്റെ പൊന്നാര മകനെ നൈൽ എന്ന് പറയുന്ന നദിയിലൊഴുക്കുവാൻ പടച്ചവനെ അല്ലാഹു പറഞ്ഞപ്പോ അവിടുന്ന് തന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് നൈൽ നദിക്കകത്തേക്ക് ഒഴുക്കുകയാണ്. ചരിത്രമറിയുമല്ലോ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ, പഠിക്കണം, ചരിത്രങ്ങൾ പഠിക്കണം. ആസിയ ബീബി അവിടെ നിന്ന് കാണുകയാണ്, അല്ലാഹ് എവിടെയാണ് ആ മൂസാ നബിയെ വളർത്തിയത്, അല്ലാഹ് എവിടെയാണ്. അതാ മുസ്ലിമിന്റെ വയറ്റിൽ നിന്ന് ജനിക്കുന്ന മുസ്ലിം പെണ്ണ് പ്രസവിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ വളർത്തിയത് എവിടെയെന്നറിയുമോ? ഫിർഔനിന്റെ മടിത്തട്ടിലിട്ട, ഫിർഔനിന്റെ മണിയറയ്ക്കകത്തിട്ട, ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്തിട്ടിട്ട് അല്ലാഹു മൂസാ നബിയെ വളർത്തുകയാ. ഇതിനെക്കാളും എന്ത് തെളിവാ വേണ്ടത്, ഇതിനെക്കാളും എന്ത് തെളിവാ വേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീന്, ആ ദീനിനെ നിലനിർത്താൻ അല്ലാഹുവിന് അറിയുമല്ലോ. മൂസാ നബി ആൺകുഞ്ഞുങ്ങളെ മുഴുവനും, ഫിർഔൻ ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകൊണ്ടിരിക്കുമ്പോ ഫിർഔനിനെതിരെ ശബ്ദിക്കേണ്ട മൂസാ നബി ഫിർഔനിന്റെ മടിയില്, ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാ. എന്തിനു പറയണം, ഫിർഔനിന്റെ ഭാര്യയുണ്ടല്ലോ മഹ്ദി ആസിയ. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്, അല്ലാഹു പറയുകയാണ്, ലോകത്ത് കടന്നു വരുന്ന ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന പെണ്ണുങ്ങളോട് അല്ലാഹു പറയുന്ന, പെണ്ണുങ്ങളെ നിങ്ങൾ രണ്ടുപേരെ കണ്ടുപഠിക്കണേ, നിങ്ങൾ രണ്ടുപേരെ റോൾ മോഡലാക്കണേ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ കണ്ടുപഠിക്കണം, ആ പെണ്ണുങ്ങളെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അവരാരെന്നറിയുവോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഫിർഔനിന്റെ ഭാര്യയായ ആസിയ, ആസിയ ബീവിയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്, ആസിയ ബീവിയുടെ ജീവിതം നിങ്ങൾ പഠിച്ചു നോക്ക്. ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹാ അവസാനം ഫിർഔനിന്റെ ഭാര്യയായിരുന്നല്ലോ. അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചു. അവസാനം ആസിയ ബീവിയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് ആസിയ ബീവിയെ കൊല്ലുമ്പോ ആ സമയത്ത് ആസിയ ബീവി അല്ലാഹുവിനോട് ചോദിക്കുന്നത് എന്തെന്നറിയുമോ? പടച്ചവരോട് ചോദിച്ചത് എന്തെന്നറിയുമോ? ബൈതം ഫിൽ ജന്ന, അല്ലാഹുവേ, അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ ഈ ആസിയായിക്ക് ഒരു വീട് തരണേ അല്ലാഹ്. ആസിയ ബീവി എവിടെ
അവിടുന്ന് ചോദിച്ചു എന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിന് വളർത്തണമെന്ന് പടച്ച റബ്ബ് തീരുമാനിച്ച ആരൊക്കെ നോക്കിയാലും തോറ്റുപോകും, ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ വിപ്ലവങ്ങൾ നടത്തിയാലും അള്ളാഹുവിന്റെ ദീനി ലോകത്ത് കൊടികുത്തി വാഴും. ഇത് ഖുർആൻ പറഞ്ഞതാ, ഇത് ഖുർആൻ പറഞ്ഞതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിനൊക്കെ കാരണം എന്തെന്നറിയുമോ? നമ്മൾ അല്ലാഹനെ മറന്നത് കൊണ്ടാ, അല്ലാഹുവിന്റെ കൽപ്പനകൾ പിൻപറ്റാത്തത് കൊണ്ടാ, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കാത്തത് കൊണ്ടാ, അല്ലാഹു ബഹുമാനിക്കണമെന്ന് പറഞ്ഞതിന് നമ്മൾ ബഹുമാനിക്കാത്തത് കൊണ്ടാണ്, നമ്മുടെ ജീവിതം അധപ്പതിച്ചത് കൊണ്ടാണ് പടച്ചവനെ നമ്മൾ ഇന്ന് നിന്ദരാകുന്നത്, നിസ്സാരന്മാരാകുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കേൾക്കുമ്പോൾ ഇങ്ങനെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. ആരാ? ഫിർഔൻ നാട്ടിൽ ജനിക്കണ കുഞ്ഞുങ്ങളെ മൊത്തം കൊന്നുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്തല്ലേ മൂസാ നബി വളർന്നത്. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഓൻ്റെ മടി കിടന്നിട്ട് ഓൻ്റെ താടി പിടിച്ച് വലിച്ചിട്ടാണ് മൂസാ നബി കളിച്ചത്. അതാ നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീനത അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചിലർക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റണില്ല, ഇറങ്ങിപ്പോകുന്ന അവരെക്കുറിച്ച് നമ്മളെന്ത് പറയാൻ? അള്ളാഹുവിൻ്റെ ദീൻ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, സൂറത്തുൽ അസ്ർ അവിടെ നിന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം, നമ്മൾ അള്ളാഹുവിനെ മറക്കരുത്, നമ്മൾ നഷ്ടപാടികളായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഷ്ടത്തിൽ നിന്ന് മുക്തരാകാനുള്ള വഴി എന്താ? നിർത്തുകയാണ്. ഒരു സൂറത്തിൻ്റെ അർത്ഥം പറഞ്ഞ് നിർത്താം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഈ നഷ്ടപാളികളായി പോകുന്നവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ എന്താ? അതാണ് ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നഷ്ടത്തിൽ നിന്ന് മുക്തരാകുവാനുള്ള 4 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു തരാം. 4 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മടുത്ത അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം വിശ്വാസം ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി വിശ്വാസമുണ്ടാകണം. അള്ളാഹുവിലൊരു വിശ്വാസമുണ്ട്. ഈമാൻ ഉറപ്പിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ ഉറപ്പിക്കണ്ടേ? ഈമാൻ ഉറപ്പിക്കേണ്ടത് എങ്ങനെ ഈമാൻ ഉറപ്പിക്കുന്നത്? എങ്ങനെയാ നമ്മുടെ ഈമാൻ ഉറപ്പിക്കേണ്ടത്? അല്ല, സിമെന്റും കമ്പിയൊക്കെ ഇട്ട് അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ടോ അല്ലേ? എങ്ങനെയാ മനുഷ്യ നമ്മുടെ ഈമാൻ ഉറപ്പിക്കേണ്ടത്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മുടെ ഈ വസ്ത്രങ്ങളൊക്കെ തുരുമ്പിച്ചു പോകുന്നത് പോലെ നമ്മുടെ ഈമാനും നരുമ്പിച്ചു പോകുന്ന, അതുകൊണ്ട് നിങ്ങളതിനെ ഒന്ന് പുതുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കണം. എങ്ങനെയാ പുതുക്കുക? ഈമാനിനെ എങ്ങനെയാ മനുഷ്യന്മാരെ വളർത്തുക? ഈമാനിനെ പുതുക്കുന്നത് 2 കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് ഈമാനിനെ പുതുക്കേണ്ടത്? എങ്ങനെയാണ്? അള്ളാഹു നമുക്ക് കൂടുതലൊന്നും വേണ്ട, നമുക്ക് ഈമാൻ കുറവാ. ഒരു കടുകുമണിയുടെ അളവെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉള്ളത് കൊണ്ടാണ് നമുക്കിന്ന് ഇവിടെ വന്നിരിക്കാൻ കഴിയുന്നത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ കടുകുമണിയോളം വലുപ്പമുള്ള ഒരു കടുകുമണിയോളമെങ്കിലും, കടുകുമണി എന്ന് പറയുന്നത് നിസ്സാരമല്ല, ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ളവൻ അത് നിസ്സാരമല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമത്രേ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ളവരെ സ്വർഗത്തിൽ കടത്തിവിടാൻ അള്ളാഹുവെ നാളെ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ളവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. അപ്പോഴാ കടുകുമണിയുടെ വില അറിയുക. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ളവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അള്ളാഹു അപ്പോഴാണ് നമുക്ക് ഈ കടുകുമണിയുടെ വിലയറിയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള വഴി എന്തെന്നറിയുമോ? ഈമാൻ പുതുക്കാനുള്ള വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അക്സിറൂ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. നിങ്ങൾ ഈമാനിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിങ്ങൾ പുതുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ ദിക്റ് പറഞ്ഞുകൊണ്ട് വേണം ഈ തുരുമ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്? നിസ്കരിച്ചപ്പോഴല്ല, നിസ്കാരം കഴിഞ്ഞ് 10 പ്രാവശ്യം പറയും. അതല്ലാതെ ഒരു വട്ടമെങ്കിലും പറഞ്ഞു. ഇന്ന് സുബഹിക്ക് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ 11 മണിയോടടുത്തിരിക്കുന്ന സമയം വരെ സുബഹി, ജുമുഅ, അസർ, മഗ്രിബ്, ഇശാ ഈ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം പറഞ്ഞതല്ലാതെ ഒരു വട്ടമെങ്കിലും ഞാനോ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാ പറഞ്ഞത്, പുതുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതല്ലട്ടാ. അല്ലാഹു കാക്കട്ടെ, ആമീൻ പറ, അല്ലാഹു കാക്കട്ടെ. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാത്ത എന്ത് ആരാധനയ്ക്കർഹൻ, വല്ലാത്തൊരു ഗുണം നമ്മൾ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാത്തത്, അതിൻ്റെ അർത്ഥം മനസ്സിൽ ഇരുത്തിക്കിട്ടങ്ങിട്ട് പറയണം. അതുകൊണ്ടാണ് ചില ആൾക്കാരത് പറയുമ്പോൾ തസ്ബീഹ് എടുത്തുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കിയവർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, വലിയകൾ, അവരിങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് കട്ടിയായ വല്ലാത്ത ഒരു ശബ്ദത്തിൽ ഇങ്ങനെ പറയുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല. നമ്മളിങ്ങനെ ആയി നോക്കി അളിയ സുഖാണോടെ ഇങ്ങനെ, അതല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ സത്യമല്ലേ? കയ്യിൽ തസ്ബീഹ് ഇരിപ്പുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, അതിനിടയിൽ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തർത്ഥം നമ്മൾ നോക്കണമെന്ന്. വലിയ തസ്ബീഹ കൈ തൂക്കിയിട്ടിരിക്കുന്ന ചിലർ കൈക്കകത്ത് തസ്ബീഹ് ഇങ്ങനെ കെട്ടിയിട്ടാണ് നടക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. റോഡിലൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചിരിക്കുക തസ്ബീഹ്. ചിലരിങ്ങനെ അടിക്കണ മെഷീനുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ കളിയാക്കിയതല്ല, പറയുന്നവരെ നിസ്സാരമാക്കിയതല്ല. ഇത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പറ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എങ്ങനെയാണ് ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള വഴി എന്താണ്? നമ്മുടെ ഈമാൻ ഉറപ്പിക്കാനുള്ള വഴി എന്താ? ഉറപ്പിക്കണം സഹോദരാ, നല്ല ഉറപ്പുണ്ടാകണം. എങ്കിലേ ഇനിയുള്ള കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഈമാൻ ഉറച്ചാലല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഈമാൻ ബലഹീനതയുള്ളതാണ്. നമ്മൾ ബലഹീനന്മാരാണ്. ചിലപ്പോൾ നമ്മൾ പതറിപ്പോകാം, ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകാം. അതുകൊണ്ട് പടച്ചവരെ, ഈമാൻ പുതുക്കാനുള്ള, ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള, ഈമാൻ ഉറപ്പിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? പറഞ്ഞോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതുകൊണ്ട് നിന്റെ നാവ് നനയട്ടെ, ഇതുകൊണ്ട് നിന്റെ നാവ് നനയട്ടെ. ഇതധികമായി പറഞ്ഞ നാവിനെ വഴക്കി വെച്ചോ, എങ്കിലേ മലക്കുൽ മൗത്ത് അസ്റായീൽ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന സമയത്ത് പറയണമല്ലോ, ഓർമ്മ വേണമല്ലോ, പറയാൻ കഴിയണമല്ലോ. ശപിക്കപ്പെട്ട ഇബ്ലീസ് വന്നിട്ട് ഈമാൻ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോ, മോഹവാഗ്ദാനങ്ങൾ നൽകിയിട്ട് നമ്മളെ പിഴപ്പിക്കാൻ നോക്കുമ്പോ അവനോട് പറയണം, പോടാ ശപിക്കപ്പെട്ടവന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കേട്ട് നിൽക്കുന്നവരുടെ കണ്ണ് നിറയണം. സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോടെ മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ, മയ്യത്തിന്റെ ചാരത്ത് മരിക്കാൻ കിടക്കുന്നവരുടെ ചാരത്ത് നിൽക്കുന്നവരെ കൊതിച്ചു പോകണം. അല്ലാഹുവേ, മരിച്ചു കഴിയുമ്പോഴും പറയണം സഹോദരാ. പല മക്കളും പറയുമല്ലോ, ചില ഉമ്മമാര് ചിലര് പറയുമല്ലോ, ഉസ്താദ്
എൻ്റെ വാപ്പ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദ്. എന്തൊരു മരണമാ സഹോദരാ, എന്തൊരു മരണമാ സഹോദരാ. അതുകൊണ്ട് പറഞ്ഞു 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 പഠിച്ചോ. ഈമാൻ വർദ്ധിക്കുവാനുള്ള, വിശ്വാസം ഉറപ്പിക്കുവാനുള്ള ഒന്നാമത്തെ വഴി എന്ത്? അക്സിറൂ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിച്ചോ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈമാൻ വർദ്ധിക്കുവാനുള്ള, ഈമാൻ ഉറയ്ക്കുവാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? പൈസ ചെലവില്ലാത്ത വഴിയാ, കഷ്ടപ്പാടില്ലാത്ത വഴിയാ. ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യുമല്ലോ. അല്ലാഹുവേ, ആഫിയത്തുള്ള ആരോഗ്യം തരണേ അല്ലാ, സമ്പത്ത് തരണേ അല്ലാ, രോഗം മാറ്റണേ അല്ലാ, കടം മാറ്റണേ അല്ലാ, ബിസിനസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, നല്ല മരണം തരണേ അല്ലാ, മക്കളെ നന്നാക്കണേ അല്ലാ. ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഞാനും നിങ്ങളും അല്ലാഹുവിനോട് എണ്ണി എണ്ണി പറയുമല്ലോ. റബ്ബിനോട് പറയുന്ന പടച്ചവനെ സമ്പത്ത് തരണേ തമ്പുരാന്, കടങ്ങൾ വീട്ടണേ തമ്പുരാന്, കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാന്, ആരോഗ്യം തരണേ തമ്പുരാന്, രോഗം മാറ്റണേ തമ്പുരാന്, മക്കളെ നന്നാക്കണേ തമ്പുരാന്, മക്കളെ തരണേ തമ്പുരാന്. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. ഇതൊക്കെ പറയുന്നതിന്റെ ഇടയില് നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് മുഴുവനും ഈ ലോകത്തിന്റെ അധിപനായ ഏകദൈവമായ അല്ലാഹുവിന്റെ മുന്നിലേക്ക് നീ പറയുമ്പോ ഒന്നുകൂടെ പറയാ മറക്കല്ലേ. എന്തേ പറയേണ്ടത്? അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ ഈമാൻ നീ ഉറപ്പിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ, എന്റെ ഈമാൻ നീ ഉറപ്പിച്ച് തരണേ അല്ലാ എന്ന് നീ ദുആ ചെയ്യണേ. ഈമാൻ വർദ്ധിക്കുവാനുള്ള, ഈമാൻ ഉറയ്ക്കുവാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? പണം മാത്രം ചോദിച്ചാ പോരാ, ആരോഗ്യം മാത്രം ചോദിച്ചാ പോരാ, കുടുംബത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാ പോരാ. അല്ലാഹുവിനോട് പറയണം, നാഥാ എന്റെ ഈമാൻ നീ ഉറപ്പിച്ച് തരണേ അല്ലാ, എന്റെ ഈമാനിൽ ബർക്കത്ത് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നഷ്ടതാടികളിൽ നിന്ന്, ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്നവർ ഖസ്റത്ത് ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകാതെ പടച്ച റബ്ബേ രക്ഷപ്പെടണോ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? സഹോദരാ, സഹോദരാ, നീ സത്യവിശ്വാസിയാകണം, നിന്റെ വിശ്വാസം ഉറപ്പിക്കണം. രണ്ട്, വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? സൽക്കർമ്മങ്ങൾ ചെയ്യണേ, നന്മകൾ ചെയ്യണേ. എന്ത് നല്ല കാര്യം ചെയ്യാനും അവസരം കിട്ടുമ്പോ തിരുതി കാണിക്കടോ. വസ്സാബിഖൂന ബിൽ ഖൈറാത്ത്, നന്മകളിൽ മത്സരിക്ക്, നന്മകളിൽ മത്സരിക്ക്. സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്ക്, നന്മകൾ അധികരിപ്പിക്ക്. പടച്ചവനെ, നന്മ ചെയ്യാൻ കിട്ടുന്ന സമയങ്ങൾ പാഴാക്കരുത്. മത്സരമായിരിക്കണം, ആർത്തിയായിരിക്കണം. പണമുണ്ടാക്കാനല്ല, പിടിച്ചു
കാശ് പറിക്കാനല്ല, പെട്ടെന്ന് പണക്കാരനാകാനല്ല മോനെ. എന്ത് നന്മകൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാകട്ടെ. അതിനാണ് നീ ധൃതി കാണിക്കേണ്ടത്, അതിനാണ് നീ മത്സരിക്കേണ്ടത്. അത് നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴിയാ. സ്വർഗത്തിന്റെ അവകാശിയാകാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ, സ്വഹാബത്തിന്റെ കൂടെ, അല്ലാഹ് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസ്, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ നടുവിലൂടെ നിന്റെ മാതാപിതാക്കളോടൊപ്പം, നിന്റെ ഭാര്യ സന്താനങ്ങളോടൊപ്പം അല്ലാഹുവിന്റെ പ്രവാചകൻ ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വരെ തുടങ്ങുന്ന പ്രമുഖരായ സ്വഹാബികളുണ്ടല്ലോ, സുഹദാക്കളുണ്ടല്ലോ. സയ്യിദ് ശുഹദായി ഹംസ റളിയല്ലാഹു തആല അൻഹു തുടങ്ങുന്ന സ്വഹാബാക്കൾ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ആരാമങ്ങളിലൂടെ നിനക്കുല്ലസിച്ച് നടക്കാ മോഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഒരിക്കലും വഴിപിടച്ചവരുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകരുത്, നഷ്ടവാളികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? ഒരു സുബ്ഹാനല്ലാഹയാകട്ടെ, ഒരു അസ്തഗ്ഫിറുല്ലാഹയാകട്ടെ, ഒരു രൂപ സദഖ കൊടുക്കുന്ന കാര്യമാകട്ടെ, ഖുർആനിലെ ഒരു ചെറിയ സൂറത്തോതുന്ന കാര്യമാകട്ടെ, സൽക്കർമ്മങ്ങൾ കൂട്ടിവെച്ചോ. വലത് ഭാഗത്തിരിക്കുന്ന മലക്കിന്റെ കയ്യിലിരിക്കുന്ന കിതാബ് നിറയ്ക്കാൻ നോക്ക്, നന്മകൾ കൊണ്ട് നിറയ്ക്കാൻ നോക്ക്. എങ്കിലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ വഴി എന്ത്? നന്മകൾ അധികരിപ്പിക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ഭാഗത്തിരിക്കുന്ന കിതാബ് തീർന്നു, ഇനി ഈ ഇരിക്കുന്ന കിതാബ് നിറയ്ക്കാൻ നോക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇവിടുത്തെ കിതാബ് എത്ര ബുക്കായി? ഇടതുഭാഗത്തിരിക്കുന്ന മലക്ക് എഴുതി 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 ഇങ്ങനെ ഡിക്ഷണറി പോലെ തൂക്കി വെച്ചിട്ടുണ്ട് കിതാബുകൾ. ഇവിടെ ഇരിക്കണ ഒന്നാമത്തെ ബുക്ക് പകുതിയായിട്ടേ ഉള്ളൂ. അല്ലാഹു പൂർത്തീകരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതാ പറഞ്ഞതിനർത്ഥം. ഇവിടെ ഇരിക്കുന്ന മലക്കിന് വല്ല ജോലിയും കൊടുക്ക്. അള്ളാഹു ആ മലക്ക് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക, എപ്പോഴും റെസ്റ്റില്ല. അള്ളാഹു ആ മലക്കിന് ജോലി കൊടുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. വല്ല ജോലിയും കൊടുക്കണ്ടേ? അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. 3, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം തമ്മിൽ സത്യം ഉപദേശിക്കുക. രക്ഷപ്പെടാനുള്ള മൂന്നാമത്തെ വഴി പരസ്പരം സത്യം ഉപദേശിച്ചു കൊടുക്കുക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെയാണ് നമ്മൾ പോയത്. മൂന്നാമതായിട്ട് പറയുന്ന നന്മ ഉപദേശിച്ചു കൊടുക്കുക. പരസ്പരം സത്യമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്താണ് ദീൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഖുർആൻ, എന്താണ് ഹദീസ്, എന്താണ് ബിദ്അത്ത്, എന്താണ് നന്മ ഉപദേശിച്ചു കൊടുക്ക്. നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നന്മകൾ പറഞ്ഞു കൊടുക്ക്. അല്ലാതെ അവനവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോട് കൂറുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കൂടെ നിൽക്കുക. ലീഗുകാരനാണെങ്കിൽ അങ്ങനെ, കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അങ്ങനെ, കോൺഗ്രസ്സുകാരനാണെങ്കിൽ അങ്ങനെ, എല്ലാവരും അവരവരുടെ കാര്യങ്ങളല്ല. അങ്ങനെയല്ല. ഉള്ളത് ആരാണെങ്കിലും അൽഹംദുലില്ലാഹ് സത്യം പറഞ്ഞു കൊടുക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രക്ഷപ്പെടാനുള്ള മൂന്നാമത്തെ വഴി പരസ്പരം സത്യം നിങ്ങൾ ഉപദേശിക്ക്. 4, ക്ഷമ ജീവിതത്തിൽ കൊണ്ടുവരാൻ നീ ഉപദേശിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 4ാമത്തെ ഗുണമെന്താ? ക്ഷമിക്കാൻ പറഞ്ഞു കൊടുക്കുക. ക്ഷമിക്കുക എന്ന് എല്ലാവരോടും
ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ കടന്നു വന്നാലും ക്ഷമിക്കണം. മരണ വീട്ടിലാണെങ്കിലും നഷ്ടപ്പെട്ടു പോകേണ്ടവൻ ആരുടെ മുന്നിലാണെങ്കിലും ക്ഷമയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതിന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം പറയുന്നവന് ക്ഷമയുണ്ടാകണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരാ? നമ്മൾക്ക് അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ വല്ലാത്ത ഇഷ്ടമാണ് അല്ലേ? മക്കളോട് വല്ലാത്ത സ്നേഹമാണ് എങ്കിലും മക്കൾ മേല് നോക്കിച്ചു നോക്കട്ടെ. മക്കളോട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോൻ വന്നിട്ട് ഒരൊറ്റ നുള്ളു നോക്കട്ടെ, ഒരട്ടി കൊടുത്ത് വയ്ക്കട്ടെ. ആ സമയത്തറിയാം നമുക്ക് ക്ഷമയുണ്ടോ എന്ന്. ഭാര്യ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ, പാവം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ 2 ചാട്ടം ചാടും. അപ്പോഴത്തേക്ക് നമ്മുടെ ക്ഷമയൊക്കെ പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. ദുആയെ നീ സ്വീകരിക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അറുത്തു മുറിക്കുന്ന മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല പടച്ചവനെ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, അല്ലാഹുവേ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അല്ലാ. ഞങ്ങളുടെ അവസാനം നന്നാക്കണേ അല്ലാ. നല്ല മരണം തരണേ അല്ലാ. നല്ല മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഈ കഷ്ടപ്പെടുന്നതിന്റെ പ്രതിഫലം ആ മരിക്കുന്ന സമയം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഈ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെയാക്കല്ല പടച്ചവനെ. ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാർ നീ സ്വാലിഹത്തുകളാക്കണേ പടച്ചവനെ. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ പടച്ചവനെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാക്കണേ പടച്ചവനെ. നന്ദി കെട്ടവരാക്കല്ലേ പടച്ചവനെ. ക്ഷമ കൊടുക്കണേ റഹ്മാനെ. വീടിന്റെ വിളക്കുകളാക്കണേ അല്ലാ. അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ മറക്കല്ല പടച്ചവനെ. ഞങ്ങളുടെ മനസ്സ് നിനക്കറിയാമല്ലാ. 100 കണക്കിന് ആഗ്രഹങ്ങളുള്ളവരാ അല്ലാ. വെറും കയ്യോടെ മടക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ആയുസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ആരോഗ്യത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഈമാനിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഈ നീട്ടുന്ന കൈ നീ തട്ടിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളുണ്ട് തമ്പുരാനെ. ഒരാളെയും നീ മറക്കല്ല പടച്ചവനെ. അവരുടെ ഈമാൻ ഉറപ്പിക്കണേ അല്ലാ. ബിലാൽ തങ്ങളുടെ ഈമാൻ കൊടുക്കണേ അല്ലാ. ആസിയാ ബീവിയുടെ ഈമാൻ കൊടുക്കണേ അല്ലാ. സുമയ്യ ബീവിയുടെ ഈമാൻ കൊടുക്കണേ അല്ലാ. ഒരുത്തന്റെ മുന്നിലും പതറാത്ത ഈമാൻ കൊടുക്കണേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അവരുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. അവരുടെ കടങ്ങൾ മാറ്റണേ അല്ലാ. അവർക്ക് ജോലി കൊടുക്കണേ അല്ലാ. അവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. അവർക്ക് മനസ്സമാധാനം കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അവരുടെ വേദനകൾ മാറ്റണേ അല്ലാ. അവരുടെ കണ്ണുകൾക്ക് നിന്നെ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. അവരുടെ അവസാന സമയം, ഇത്രയും നേരം ഈ വഅദ് കേൾക്കാൻ ആ സമയം മാറ്റിവെച്ചവർ, അവരുടെ അവസാന സമയം നീ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഈ പള്ളിക്ക് വേണ്ടി ആരെല്ലാം സദഖ ചെയ്തിട്ടുണ്ടോ, ആരും മറന്നാലും ഞങ്ങൾ മറക്കാം, പള്ളിക്കാര് മറക്കാം. നീ മറക്കല്ലേ പടച്ചവനെ. നീ അവരെ മറക്കല്ലേ അല്ലാ. അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. നിനക്ക് സുജൂദ് ചെയ്യാൻ ഒരു പള്ളിക്ക് വേണ്ടി സദഖ നൽകിയവരാണ് റബ്ബേ. നീ അവരെ കൈവിട
കൈവിടല്ലേ അല്ലാ. അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ അതിന്റെ അഭിവൃദ്ധി നൽകണേ അല്ലാ. കൊടുത്തതിനുള്ള പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന എല്ലാ കബറാളികൾക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. എല്ലാവരോടും നീ കരുണ കാണിക്കണേ അല്ലാ. ഒരു ദിവസം ഞങ്ങളും അവിടെ പോയി കിടക്കേണ്ടവരാ അല്ലാ. ഒരുങ്ങാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ദുആയ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല റബ്ബേ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല റബ്ബേ. അല്ലാഹുവേ, സ്വീകരിക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. എല്ലാവർക്കും ഒത്തൊരുമ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ചെക്കിളി മാഹിയിൽ നിന്ന് അസുഖം മാറാനും വീടിന്റെ പണി പെട്ടെന്ന് തീരുന്നതിന് വേണ്ടി അല്ലാഹുവേ സദക്ക നൽകി നീ സ്വീകരിക്കണേ റഹ്മാനെ. 10,000 രൂപ സദക്ക നൽകിയവരാണ് റബ്ബേ. നീ കൈവിടല്ലേ അല്ലാ. വീടിന്റെ പണി നീ വേഗത്തിലാക്കണേ അല്ലാ. ശരീരത്തിലെ വേദനകൾ മുഴുവനും നീ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. സദക്ക കൊണ്ടുള്ള ചികിത്സ കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കൈകൾ മരിക്കുമ്പോഴും ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, ഈ ദുആയ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ആരെല്ലാം ഈ ക്ലാസ് കേൾക്കുന്നുണ്ടോ ഞങ്ങളെ മുഴുവനും ഹജ്ജിന്റെ ഇഹ്റാമിൽ കഅബയുടെ മുന്നിൽ നീ എത്തിക്കണേ അല്ലാ. നിന്റെ വിളിക്കുത്തരം കിട്ടിയവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. എൻ്റെ ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ കൂടപ്പിറപ്പുകളെയും കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. സഹോദരന്റെ മകളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉപ്പ മണ്ണിനടിയിലാണ്, നീ കരുണ കാണിക്കണേ അല്ലാ. പടച്ചവനെ, എൻ്റെ ഭാര്യ റബ്ബേ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു തരണേ അല്ലാ. സ്വർഗത്തിലും ഞങ്ങളെ നീ ജോഡികളാക്കണേ റഹ്മാനെ. എൻ്റെ പൊന്നുമക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ ശബ്ദം നീ നിലനിർത്തണേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. ഇൽമിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ജീവിതത്തിൽ വന്ന പിഴവുകൾ നീ പുറത്തു തരണേ അല്ലാ. ഒരുപാട് രോഗങ്ങളുണ്ട്, നീ അറുത്തു മുറിക്കല്ലേ പടച്ചവനെ. നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാക്കല്ലേ അല്ലാ. ഇത് അവസാനത്തെ ദുആ ആക്കല്ലേ അല്ലാ. ഇത് അവസാനത്തെ വഅലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ പെങ്ങന്മാർ സഹോദരങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഖത്തമോദി പടച്ചവനെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. നാളെ അതിൻ്റെ ദുആ ഇവിടെ വെച്ച് നടക്കുമ്പോൾ ഞങ്ങൾക്ക് നീ ആയുസ് നൽകണേ പടച്ചവനെ. അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഭക്ഷണം തരുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ പടച്ചവനെ. സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗം ചോദിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു അമലുമില്ല പടച്ചവനെ. പക്ഷേ ഇവിടെ ഇരുന്നതിന് പകരം നീ സ്വർഗം നൽകണേ തമ്പുരാനെ. പ്രവാസികൾ വലിയ പ്രയാസത്തിലാണ്, നീ കൈവിടല്ലേ അല്ലാ. കൈവിടല്ലേ അല്ലാ. ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഈ ദുആയ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.